അങ്ങനെ ആദ്യം വന്ന് സംസാരിക്കേണ്ട വാഹനം, ആ വാഹനത്തിൽ ഞാനായിരുന്നു വന്നത്. അവിടെ ഞാനായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത്. വാഹനം വന്ന് അവിടെ നിർത്തിയപ്പോ ഒരു കുട്ടി എന്നെ വന്ന് നോക്കി ഒന്ന് തിരിച്ചു പോയി. രണ്ടാമതൊരാളെ എന്റെ പിന്നിലെ കൂടെ വന്ന് ഈ സമയം ഇതൊന്നും രോഗിയൊന്നും പറയുന്നില്ല, അതോ അയാൾക്കൊരു ഭയം, അങ്ങനെ തിരിച്ചുപോയി. മൂന്നാമതൊരാൾ വന്ന് എന്നോട് സംസാരിച്ചത് ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല, അതുകൊണ്ട് ജീവനോടെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഉടനെ ഇവിടെ നിന്ന് വിട്ടുപോയിക്കൊള്ളണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചിലപ്പോൾ അദ്ദേഹം പ്രദേശത്ത് ഉണ്ടെങ്കിൽ ഇത് കേട്ടാൽ അദ്ദേഹത്തിന് ഓർമ്മ വരും. അന്ന് ഞാൻ കൊടുത്ത മറുപടി, ഞാൻ ഇവിടെ ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത് എങ്കിൽ എന്റെ ജീവൻ പോയാലും ആ കാര്യം നടത്തിയിട്ട് മാത്രമേ ഞാൻ ഇവിടെ തിരിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഇവിടെ സംസാരിച്ച് ആ പരിപാടിക്ക് ഞങ്ങളും പോയി. ഇപ്പൊ യഥാർത്ഥത്തിൽ നമുക്കൊരു ഓഫീസിന് വേണ്ടി ഒരു ധീരയായ അമ്മ ശ്യാമള ചേച്ചി ഇവിടെ ഒരു ഓഫീസിന് വേണ്ടി ഒരു ബിൽഡിംഗ് കൊടുത്തു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഇത്രയും ഈ തെരശ്ശേരി പ്രദേശത്ത് ചങ്കൂറ്റത്തോടുകൂടി അത് നൽകാൻ തയ്യാറായ ആ വീട്ടങ്ങളെ ഞാൻ 1000 പൂച്ചകളെ നൽകി ആശംസിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം സമൂഹത്തിൽ നമ്മുടെ കാലത്തിനനുസരിച്ച് മുൻപ് കാലങ്ങളിലൊക്കെ പല സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ കാലത്തും കൂടി അവരെ ഭയപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യാനും അവരെ ഭയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്ന് വരുമ്പോൾ അതിനെതിരായി ശക്തമായി പ്രതിഷേധിക്കാൻ ഒരു നാട് മുഴുവൻ മുന്നോട്ട് വന്നു എന്നതാണ് എനിക്ക് മനസ്സിലായത്. ഈ കർമ്മത്തിൽ മുന്നേറ്റം ഈ അങ്ങനെ ആദ്യം വന്ന് സംസാരിക്കേണ്ട വാഹനം, ആ വാഹനത്തിൽ ഞാനായിരുന്നു വന്നിരുന്നത്. അവിടെ ഞാനായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത്. വാഹനം വന്ന് അവിടെ നിർത്തിയപ്പോ ഒരു കുട്ടി എന്നെ വന്ന് നോക്കി ഒന്ന് ചിരിച്ചു പോയി. രണ്ടാമതൊരാള് എന്റെ പിന്നിലെ കൂടെ വന്ന് ടീച്ചറെ ഇവിടുന്ന് രോഗിയൊന്നും പറയുന്നില്ല, അതോ അയാൾക്കൊരു ഭയം, അങ്ങനെ തിരിച്ചുപോയി. മൂന്നാമതൊരാള് വന്ന് എന്നോട് സംസാരിച്ചത് ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല, അതുകൊണ്ട് ജീവനോടെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഉടനെ ഇവിടെ നിന്ന് വിട്ടുപോയിക്കൊള്ളണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചിലപ്പോ അദ്ദേഹം ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കേട്ടാൽ അദ്ദേഹത്തിന് ഓർമ്മ വരും. അന്ന് ഞാൻ കൊടുത്ത മറുപടി, ഞാൻ ഇവിടെ ഒരു കാര്യം സംസാരിക്കാനാണെന്ന് വന്നത് എങ്കിൽ എന്റെ ജീവൻ പോയാലും ആ കാര്യം നടത്തിയിട്ട് മാത്രമേ ഞാനിവിടെ നിന്ന് തിരിച്ചു പോകുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ച് ആ പരിപാടിയിൽ ഞങ്ങളൊന്ന് പോയി. ഇപ്പൊ യഥാർത്ഥത്തിൽ നമുക്കൊരു ഓഫീസിന് വേണ്ടി ഒരു ധീരയായ അമ്മ ശ്യാമള ചേച്ചി ഇവിടെ ഒരു ഓഫീസിന് വേണ്ടി ഒരു ബിൽഡിംഗ് കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഇത്രയും ഈ പെരളശ്ശേരി പ്രദേശത്ത് ചങ്കൂറ്റത്തോടുകൂടി അത് നൽകാൻ തയ്യാറായ ആ വീട്ടങ്ങളെ ഞാൻ 1000 പൂച്ചെണ്ടുകൾ നൽകി ആശംസിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം സമൂഹത്തിൽ നമ്മൾ കാലത്തിനനുസരിച്ച് മുൻപ് കാലങ്ങളിലൊക്കെ പല സംഭവങ്ങളും ഉണ്ടായിരിക്കാം. എന്നാലും ഈ കാലത്തും കൂടി അവരെ ഭയപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യാനും അവരെ ഭയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്ന് വരുമ്പോൾ അതിനെതിരായി ശക്തമായി പ്രതിഷേധിക്കാൻ ഒരു നാട് മുഴുവനും മുന്നോട്ട് വന്നു എന്നതാണ് എനിക്ക് ഇവിടെ മനസ്സിലായത്. ഈ തരം മുന്നേറ്റം ഈ പെരളശ്ശേരി പ്രദേശത്തുണ്ടായി.